ബിഗ് ബോസ് മലയാളം സീസൺ 6 ടോപ്പ് 5 ആരൊക്കെയാവുമെന്നുള്ളൊരു പ്രഡിക്ഷൻ വീഡിയോ ആണ് ഇത് നമ്മുടെ മാത്രം അഭിപ്രായങ്ങളാണ്. അതും 70 ദിവസം വരെയുള്ള ഗെയിമിന്റെ അടിസ്ഥാനത്തിൽ. ഈ നില എപ്പോൾ വേണേലും മറിയാം, കാരണം ഈ ഗെയിം അൺപ്രഡിക്റ്റബിൾ ആണ്. ടോപ്പ് 5 ലിസ്റ്റ് ഞാൻ പറയുമ്പോൾ അതിൽ 1-2 കാറ്റഗറീസ് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ്. ആദ്യത്തേത് ഓഡിയൻസ് ഗെയിമാണ്. മത്സരാർത്ഥികൾ എത്രത്തോളം പ്രേക്ഷകരെയും അവരുടെ ഗെയിമിൽ പരിഗണിച്ചു, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവരെന്തൊക്കെ ചെയ്തു, അതാണ് ഫസ്റ്റ് കാറ്റഗറി. സെക്കൻഡ് കാറ്റഗറിയാണ് എന്റർടൈൻമെന്റ് വാല്യൂ. എന്തുമാത്രം അവർ ഈ ഷോയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു. വഴക്കുകള്, പ്രശ്നങ്ങള്, കോണ്ടന്റുകള്, ആക്ടുകള്, പിന്നെ ക്രിയേറ്റീവായിട്ട് ചെയ്ത കാര്യങ്ങള് എല്ലാം ഈ കാറ്റഗറിയിലാണ്. പിന്നെ ടാസ്കുകളിലെ പെർഫോമൻസും എല്ലാം ഈ കാറ്റഗറിയിൽ വരും. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 5ാം സ്ഥാനത്ത് നിൽക്കാൻ യോഗ്യതയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നത് അർജുനെയാണ്. അർജുൻ പ്രത്യേകിച്ച് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ കളിച്ചൊരു കണ്ടസ്റ്റന്റ് ആണ്. അലസമായിട്ട് കളിച്ചൊരു കണ്ടസ്റ്റന്റ് ആണ്. പക്ഷെ ആ പ്ലാനിങ് ഇല്ലായ്മയും അലസതയും ആയിരുന്നിരിക്കാം അർജുന്റെ ഓഡിയൻസ് ഗെയിം. പ്രേക്ഷക പിന്തുണ അർജുൻ ഉണ്ടാക്കിയെടുത്തു. അത്രയും എസ്റ്റാബ്ലിഷ്ഡ് അല്ലാഞ്ഞിട്ട് കൂടി അർജുന്റെ ഒരു ഗെയിം പരിശോധിച്ചാൽ ആദ്യമൊക്കെ റോക്കിയുടെ ചെറുകിനടിയിലായിരുന്നു, അൻസിബയുടെയും ഋഷിയുടെയും ഒപ്പം. പിന്നീട് ഗബ്രിയുടെയും റസ്മിന്റെയും ചെറുകിനടിയിലേക്ക് കയറി. റോക്കിയുടെ ഗാങ്ങിലെ ഒരു മെമ്പർ ആയിട്ടിരുന്നപ്പോ അർജുൻ ശരിക്കും കളിച്ചുകൊണ്ടിരുന്നത് സേഫ് ഗെയിം ആയിരുന്നു. ഗബ്രിയും റസ്മിനും ഒക്കെയാണ് അർജുനെ സത്യം പറഞ്ഞാൽ കുറച്ചെങ്കിലും നെഗറ്റീവ് ഗെയിം കളിപ്പിച്ചത് ജിൻഡോയ്ക്ക് എതിരായിട്ടൊക്കെ. പിന്നീട് ഗബ്രി ഔട്ട് ആയപ്പോൾ പോലും അർജുന് പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു. നമ്മളിപ്പം അർജുനെ 5ാം സ്ഥാനത്ത് പറയാൻ കാരണം എന്റർടൈൻമെന്റ് വാല്യൂ എന്നൊരു കാര്യവും പിന്നെ ഈ ഒരു പ്ലാനിങ് ഇല്ലായ്മയും. അർജുൻ ചെയ്ത കുറച്ച് രസകരമായ കാര്യങ്ങൾ നല്ല രീതിയിൽ ഔട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കൊടുത്ത ആ ഒരു ഇൻവിസിബിൾ ടാസ്ക്, പിന്നെ മറ്റേ റെട്രോ കോളേജ് പയ്യന്മാരായിട്ട് അഭിനയിച്ചത്, അതിലെല്ലാം അർജുൻ നല്ല രീതിയിൽ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പ്രേക്ഷകരെ പരിഗണിച്ചിട്ടുണ്ട്. പിന്നെ ശ്രീതുവുമായിട്ടുള്ള ഒരു കോംബോ, മമ്മിക്കത് വേവലാതിയാണെങ്കിലും അർജുൻ ഇത് പ്രേക്ഷക പിന്തുണ ഉണ്ടാവാൻ വലിയൊരു കാരണം തന്നെയാണ് ശ്രീതു ഫാക്ടർ എന്ന് പറയുന്നത്. പ്രേക്ഷക പിന്തുണയുടെ അടിസ്ഥാനത്തിലും അർജുൻ ടോപ്പ് 5 വരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തോ പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് അർജുനെ. അപ്പം 4ാം സ്ഥാനത്ത് ഞാൻ നോക്കിക്കാണുന്നത് സിജോയാണ്. സിജോയുടെ ഗെയിമിന് 2 ഫേസസ് ആയിട്ട് നമുക്ക് തിരിക്കാം. ആദ്യത്തെ ഫേസിലെ അപ്രോച്ച് അല്ല തിരിച്ചു വന്നപ്പോൾ ഉള്ള അപ്രോച്ച്. ആദ്യം കുറെയൊക്കെ കാട്ടുതീയൊക്കെ ഫീൽ ചെയ്തിരുന്നു എനിക്ക്. കാട്ടുതീ കത്തിയാണ് അങ്ങനെ ഒരു പ്രശ്നം സിജോയ്ക്ക് ഉണ്ടാവുന്നതും പിന്നെ പുറത്താവുന്നതും. അന്നത് ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ പുള്ളിയുടെ ഗെയിമിന്റെ വിധി മറ്റൊന്നായേനെ. പക്ഷെ തിരിച്ചുവരവില് സിജോയുടെ ഗെയിം ലൈറ്റ് ആയിട്ടൊന്ന് ഡൗൺ ആയ പോലെ തോന്നുന്നു. പ്ലാനിങ് മാത്രമായിട്ട് ഒതുങ്ങിപ്പോയി. എക്സിക്യൂഷൻ അതിന്റെ 5% താഴെ മാത്രമായി. അതിന് കാരണം സായി കൃഷ്ണൻ എന്ന് പറയുന്ന വൈൽഡ് കാർഡാണ്. സായി ഒട്ടും കളിക്കത്തുമില്ല, കളിക്കുന്നവരെ കൊണ്ട് കളിപ്പിക്കത്തുമില്ല, അതാണ് സായിയുടെ കാര്യം. അപ്പൊ സിജോ ആ ഒരു ലൂപ്പിൽ പെട്ടുപോയി, ഇൻഫ്ലുവൻസർ സഖ്യത്തിൽ പെട്ടുപോയി. എന്നാലും ഞാൻ പറയുന്നു, സിജോയുടെ വാക്ചാതുര്യം പിന്നെ പോയിന്റുകൾ വെച്ചിട്ട് കുത്താനുള്ള കഴിവും വെച്ച് പുള്ളിക്ക് ടോപ്പ് 5 വരാൻ നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. ആ പൊട്ടൻഷ്യല് പ്രേക്ഷകർ മനസ്സിലാക്കിയിട്ടായിരിക്കണമല്ലോ തുടക്കം മുതല് കുറെ നോമിനേഷനില് സിജോ സർവൈവ് ചെയ്ത് ഇവിടം വരെ എത്തിയത്. ഇനി ബാക്കിയുള്ള 10-30 ദിവസമെങ്കിലും എന്തെങ്കിലും കാട്ടുതീ കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയോടെ സിജോ 4ാം സ്ഥാനം. 3ാം സ്ഥാനത്ത് ഞാൻ നോക്കിക്കാണുന്നത് ജാസ്മിൻ ജാഫറിനെയാണ്. ഈ സീസണിൽ ഏറ്റവും അധികം ചർച്ചകളും വിവാദങ്ങളും ഏറ്റുവാങ്ങിയ മത്സരാർത്ഥി. ഈ സീസണിൽ നിന്നല്ല, ഒരു സീസണിലും ആർക്കും കിട്ടാത്ത ലെവലിലുള്ള നെഗറ്റീവ് ജാസ്മിന് കിട്ടിയിട്ടുണ്ട്. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. സൈബർ ബുള്ളിങ് അടക്കം ഒരുപാട് കാര്യങ്ങൾ ജാസ്മിൻ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ജാസ്മിന്റെ ഗെയിം പോലും അല്ലായിരുന്നു, ബേസിക് ക്യാരക്ടറിലുള്ള ഡീഫോൾട്ടുകൾ കാരണമാണെന്ന് ഞാൻ കരുതുന്നു. റേസിസ്റ്റ് റിമാർക്സ് ആയി കഴിഞ്ഞാലും പിന്നെ മ്യൂച്വൽ റെസ്പെക്ട് ആയി കഴിഞ്ഞാലും പിന്നെ എടാപോടാ വിളി, മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്നത്, അത് ഒരു രീതിയിലും ഒരു ക്വാളിറ്റി കാഴ്ചവെക്കാത്ത ഒരു മത്സരാർത്ഥിയാണ്. പക്ഷെ ബിഗ് ബോസ് മെറ്റീരിയൽ ആണോ എന്ന് ചോദിച്ചാൽ അതെ എന്ന് തന്നെ ഞാൻ പറയും. 100 അല്ല 150% ബിഗ് ബോസ് മെറ്റീരിയൽ ആണ്. വാക്ചാതുര്യമുണ്ട്, സംസാരിക്കുന്ന കാര്യങ്ങളിൽ ക്ലാരിറ്റി ഉണ്ട്, പിന്നെ നാട്ടുകാർക്ക് ജഡ്ജ് ചെയ്യാനായിട്ട് ഇട്ടുകൊടുക്കാൻ കുറെ സ്വഭാവ ദൂഷ്യങ്ങളുണ്ട് ജാസ്മിന്. അങ്ങനെ എല്ലാ രീതിയിലും ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയാണ് ജാസ്മിൻ. ഇൻഡിവിജ്വൽ ആയിട്ട് കളിച്ചിരുന്നുവെങ്കിൽ കപ്പടിച്ചേനെന്ന് ജിൻഡോ വരെ പേരെടുത്ത് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് ആണ് ജാസ്മിൻ. അത് നിങ്ങൾ ഓർക്കണം. പ്രണയ നാടകം കളിച്ച് പ്രേക്ഷകരെ പറ്റിച്ച് വെറുപ്പിച്ചത് കൊണ്ടാണ് ജാസ്മിന് 3ാം സ്ഥാനം ഞാനിപ്പോ കൊടുക്കുന്നത്. ഇൻഡിവിജ്വൽ ആയിട്ട് കളിച്ചിട്ടല്ല ഇവിടം വരെ എത്തിയത്, അതുകൊണ്ടാണ് 3ാം സ്ഥാനം. ഗബ്രിയും റസ്മിനും പിന്നെ അർജുനും എല്ലാരും ഒരു കൂട്ടത്തിനകത്തായിരുന്നു ജാസ്മിൻ. എപ്പോഴും ഒരാളുടെ സപ്പോർട്ടില് നിന്ന് കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് ജാസ്മിൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് ജാസ്മിന്റെ ഗെയിമിലെ ഏറ്റവും വലിയ നെഗറ്റീവ്. റണ്ണറപ്പായിട്ട് ഞാൻ നോക്കിക്കാണുന്നത് അൻസിബയാണ്. അൻസിബ വളരെ ഡിഫറെന്റ് ആയിട്ട് ഗെയിം കളിച്ചൊരു കണ്ടസ്റ്റന്റ് ആണെന്ന് ഞാൻ പറയും. സ്പേസ് കിട്ടുമ്പോൾ മാത്രം സംസാരിക്കുന്ന ഒരു മത്സരാർത്ഥി, അനാവശ്യമായിട്ട് ബഹളം വെക്കാത്ത, ഷോ കാണിച്ച് സ്ക്രീൻ സ്പേസ് പിടിക്കാൻ നോക്കാത്ത, വഴക്കുണ്ടാക്കാത്ത ഒരു മത്സരാർത്ഥി. ബിഗ് ബോസ് മലയാളത്തിലെ ഏറ്റവും തല്ലിപ്പൊളി സീസണായിട്ട് പ്രേക്ഷകർ വിശേഷിപ്പിക്കുന്ന സീസൺ 6 ഇങ്ങനൊരു മത്സരാർത്ഥി സ്റ്റാൻഡ് ഔട്ട് ആണ്, വെറൈറ്റി ആണ്.
പ്രേക്ഷകർ ഉറപ്പായിട്ടും നോ ടീം എന്ന് മനസ്സിലാക്കി തന്നെയാണ് അൻസിബ വേറുള്ളവരെ പോലെ ഗെയിം കളിക്കാതിരുന്നത്. അൻസിബയുടെ ശൈലി അൻസിബ മാറ്റാതിരുന്നത് അതുകൊണ്ടാണ്. പ്രത്യേകിച്ച് ജാസ്മിനെ പോലെ ഗെയിം കളിക്കാതിരുന്നത്. നമ്മളെപ്പോഴും പറയാറുണ്ട് ഇവർ രണ്ടുപേരും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് എന്നുള്ളത്. കറക്റ്റ് ആണ്. ജാസ്മിനും അൻസിബയും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. ഡെൻ റൂമിലെ സിമ്രാണിയായിട്ട് അൻസിബ ആദ്യമൊക്കെ ഋഷി, അർജുൻ എന്നിവരിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. റോക്കിയുടെ പുറത്താക്കലിന് ശേഷം അൻസിബയ്ക്ക് സഖ്യങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ആകെ ഋഷി മാത്രമായിരുന്നു കൺസിസ്റ്റന്റ് ആയിട്ട് കൂടെ നിന്നത്. പക്ഷെ ഋഷിയും അൻസിബയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഋഷിക്ക് പറ്റിയൊരു ഷോ അല്ല ഇത് എന്നുള്ളതാണ്. അൻസിബ വലിയ ബി മെറ്റീരിയലൊന്നും അല്ലെങ്കിലും പുള്ളിക്കാരി നിലപാടുകൾ തുറന്നു പറഞ്ഞ് ഇഷ്ടമല്ലാത്തവരെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ട്. ഓപ്പൺ ആയിട്ട് അത് പറയുന്നുണ്ട്. പ്രേക്ഷകർ എങ്ങനെ അതിനെ നോക്കിക്കാണുമെന്ന് ചിന്തിക്കാതെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്നവര് ഒരിക്കലും സേഫ് ഗെയിമേഴ്സ് അല്ല. അൻസിബ സേഫ് ആയിട്ട് കളിക്കുന്ന ഒരാളല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇറങ്ങി കളിക്കേണ്ട സ്ഥലത്ത് ഇറങ്ങി കളിച്ചിട്ടുണ്ട്. ജിൻഡോയ്ക്കെതിരെ പോലും അൻസിബ സംസാരിച്ചിട്ടുണ്ട്. അവര് സുഹൃത്തുക്കളായിരുന്നിട്ട് കൂടി. അൻസിബയുടെ ഗെയിമില് ഞാൻ ആദ്യം പറഞ്ഞ 2 കാറ്റഗറിയും ബാധകമല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിന് മുകളിലാണ് ക്വാളിറ്റി എന്നൊരു സംഭവം. അത് അൻസിബയ്ക്ക് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലാലേട്ടന്റെ അപ്പുറത്തെ സൈഡിൽ നിൽക്കാൻ എന്തുകൊണ്ടും ഡിസേർവിംഗ് ആണ്. കാരണം വഴക്കും തമ്മിത്തല്ലും മാത്രമല്ല ബിഗ് ബോസ് എന്ന് പറയുന്നത്. ഒരു വീട്ടിൽ നമ്മൾ പെരുമാറുന്ന രീതിയിൽ തന്നെ അവിടെ പെരുമാറേണ്ടതായിട്ടിരിക്കുന്നു. പ്രേക്ഷകർ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നോക്കും. നമുക്ക് 1-2 കാറ്റഗറി മാത്രം ഒതുക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല പ്രേക്ഷകരുടെ വിലയിരുത്തല്. പിന്നെ ജിൻഡോ ഇല്ലാത്ത സോഷ്യൽ മീഡിയ പോളുകളിൽ എല്ലാം രണ്ടാമത് വരുന്നത് അൻസിബയാണ്. അതുകൊണ്ടും കൂടിയാണ് അൻസിബയെ 2ാം സ്ഥാനത്ത് പ്ലേസ് ചെയ്യുന്നത്. ആൻഡ് ദ ഫസ്റ്റ് പ്ലേസ് ഗോസ് ടു നമ്മുടെ സ്വന്തം ജിൻഡപ്പൻ. 2 ആഴ്ച പോലും തേക്കില്ല എന്ന് ഫസ്റ്റ് ഡേ ജിൻഡോയെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. മുൻവിധികൾ ആരോടും പാടില്ല എന്നറിയാം. പക്ഷെ നമ്മൾ ഓട്ടോമാറ്റിക്കലി മുൻവിധിക്കുമല്ലോ ബിഗ് ബോസ് കാണുന്ന സമയത്ത്. ഈ മിസ്റ്റർ പോഞ്ഞിക്കരിക്കൊന്നും വേറെ പണിയില്ലേ എന്നതായിരുന്നു എന്റെ പരിഹാസം. പക്ഷെ വിമർശിച്ചവരെ കൊണ്ട് കൈയടിപ്പിക്കുക എന്നുള്ള ലെവലില് ഗെയിം കളിച്ച് പ്രേക്ഷക പിന്തുണ നേടിയെടുത്ത മത്സരാർത്ഥിയാണ് ജിൻഡോ. ജിൻഡോയുടെ ഗെയിമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിനകത്തുള്ളവർക്ക് ആർക്കും ഒട്ടും വിസിബിൾ അല്ല. അവർ ഓർത്തുകൊണ്ടിരിക്കുന്നത് ജിൻഡോ എന്ത് ചെയ്തിട്ടാണ്, എന്ത് തേങ്ങ ഉണ്ടാക്കിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്ന രീതിയിലാണ്. അവരെ കാണിച്ചുകൊണ്ടല്ല ജിൻഡോ ഗെയിം കളിക്കുന്നത്. അവർക്ക് എപ്പോഴും ഒരു സ്മോക്ക് സ്ക്രീൻ ആണ് ജിൻഡോയുടെ ഗെയിം. ജിൻഡോ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് കളിക്കുന്നത്. പ്രേക്ഷകർക്ക് ജിൻഡോയുടെ ഗെയിം മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് പലരും ജിൻഡോയെ ഈ സീസണിലെ വിജയിയായിട്ട് കാണുന്നത്, ഞാൻ ഉൾപ്പെടെ. ഓഡിയൻസ് ഗെയിം കളിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഒറ്റപ്പെടലുകളും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടന്റെ ഗ്രില്ലിങ്ങും എല്ലാം കിട്ടിയിട്ടുണ്ട് ജിൻഡോയ്ക്ക്. ഒന്നിലും അടി പതറാതെ ഡിറ്റർമിനേഷനും വിൽ പവറും കൊണ്ട് മാത്രം അവിടെ നിന്നു പോകുന്ന ഒരു മത്സരാർത്ഥിയാണ് ജിൻഡോ. ഒന്നിലധികം പേര് തനിക്ക് നേരെ വിരലുകൾ ചൂണ്ടിയിട്ടും മോശമായ രീതിയിൽ പരാമർശങ്ങൾ നടത്തിയിട്ടും ആരെയും ജിൻഡോ തല്ലിയിട്ടില്ല. ആൽബിയുടെ വാക്കുകൾ ഞാൻ കടമെടുക്കുകയാണ്. അതിനകത്ത് വെച്ച് മാത്രമേ ജിൻഡോയെ നിങ്ങൾക്ക് വെല്ലുവിളിക്കാനാവൂ, പുറത്ത് വെച്ച് പറ്റത്തില്ല. പാണ്ടിലോറിയുടെ മുന്നിൽ കീറി കൊടുക്കുന്ന ബൈക്കിനെ പോലെയാണ് നിങ്ങള്. അതാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ഒരു മത്സരാർത്ഥിയാണ് ജിൻഡോ. തെറ്റ് ചെയ്താലും മാപ്പ് ചോദിക്കാറുണ്ട്. അതാണ് മെയിൻ. പുള്ളി ജയിച്ചാൽ ഈ ഷോയുടെ വാല്യൂ ഒരിക്കലും പോകത്തില്ല. ജാസ്മിനെ പോലെ തരംതാണ് ഗെയിം ജിൻഡോ കളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് പബ്ലിസിറ്റി വെച്ച് നോക്കുമ്പോൾ ജാസ്മിൻ തന്നെയാണ് മുന്നില്. ജാസ്മിൻ ജയിച്ചാൽ ചിലപ്പോൾ ഈ ഷോയുടെ വാല്യൂ ഒക്കെ പോകും. ഒരു വാല്യൂ ഇല്ലാത്ത വിന്നർ എന്നുള്ള പോലെ ജീവിതകാലം മൊത്തം പഴി കേൾക്കേണ്ടി വരും. കാരണം അത്രയും ചീപ്പ് കളികൾ ജാസ്മിൻ കളിച്ചിട്ടുണ്ട്. ജാസ്മിൻ കളിച്ച് ജയിക്കുവാണെങ്കിൽ ആ രീതിയിൽ കളിച്ചതാണെന്നുള്ള പഴി ജാസ്മിൻ കേൾക്കേണ്ടി വരും. ജിൻഡോ ആ ലെവലിലേക്ക് ഒന്നും ഇതുവരെ പോയിട്ടില്ല. അതുകൊണ്ട് ഈ സീസന്റെ വിജയകിരീടം അത് ജിൻഡോയ്ക്ക് തന്നെ കൊടുക്കണമെന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഇവിടെ. ഒരുപാട് പ്രേക്ഷകരെ റെപ്രസെന്റ് ചെയ്തിട്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. ജിൻഡോ ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരിൽ ഒരാളാണ് ഞാനും. ഇതായിരുന്നു നമ്മുടെ ടോപ്പ് 5: ജിൻഡോ, അൻസിബ, ജാസ്മിൻ, സിജോ, അർജുൻ. അപ്പോൾ നിങ്ങളുടെ ടോപ്പ് 5 പ്രഡിക്ഷൻസ് ആരൊക്കെയാണ്? കമന്റ് സെക്ഷനിൽ പറയാം. നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.